ഹലോ. അപ്പോൾ 2 പടം കണ്ടു. 'പൈങ്കിളിയും ബ്രോമാൻസും'. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങട് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അതിനും മാത്രം അധികം പറയാനുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് ഒരൊറ്റൊരു വീഡിയോയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. സോ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് 'പൈങ്കിളി'. 'പൈങ്കിളി' ഈസ് ഓക്കെ. ഞാൻ വുഡ് ഹാവ് പ്രിഫേർഡ് ടു വാച്ച് ഇറ്റ് അറ്റ് ഹോം മേ ബി. സംഭവം കുറേ എന്തൊക്കെയോ ട്രൈ ചെയ്തിട്ടുണ്ട്. വെറൈറ്റി സംഭവങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് അങ്ങട് മൊത്തത്തിൽ സെറ്റാവാത്ത പോലൊരു ഫീലായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ഒരു ബ്ലാൻഡായിട്ട് തോന്നി. ഇറ്റ്സ് ലൈക്ക് നത്തിങ് മച്ച് ഹാപ്പനിങ്. സോ ഇങ്ങനെ പോയിക്കൊണ്ടിരിപ്പുണ്ട്. എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്നും അങ്ങനെ എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ല. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി ഇൻസിഡൻസ് ഒക്കെ സംഭവിക്കും. ഫസ്റ്റ് ഹാഫിലും കുറച്ച് ഇൻസിഡൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് അത്ര ഫീൽ ചെയ്യുന്നൊന്നുമില്ല ഒന്നും. നമുക്കൊന്നും തോന്നുന്നില്ല ബേസിക്കലി. സെക്കൻഡ് ഹാഫിലോട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കുറേ ഇവരുടെ ഡൈനാമിക്സ് ചന്തു, പിന്നെ സജിൻ ഗോപു, പിന്നെ മച്ചാൻ റോഷൻ എന്നാണെന്ന് എൻ്റെ ഓർമ്മ. റോഷൻ ഫ്രം ആവേശം. അവർ 3 പേരുടെയും കുറച്ച് കോമ്പിനേഷൻ സീൻസൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനത്തെ ഭയങ്കര അടിപൊളി. അതൊക്കെ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു എനിക്ക്. മറ്റേ ബാക്കി ഫുൾ സീൻ കുറച്ച് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് പോയതുകൊണ്ട് എനിക്ക് ഓവറോൾ നൈസായിട്ട് തോന്നിയതാണെന്ന് അറിയില്ല. സോ സെക്കൻഡ് ഹാഫിൽ കുറച്ച് അവരുടെ കോമ്പിനേഷൻ സീൻസൊക്കെ നൈസായിരുന്നു. അനശ്വര ഓക്കെ. പക്ഷേ ചില സീൻസ് ഇച്ചിരി ഓവറായ പോലെ തോന്നി. സജിൻ ഗോപുവിന് ഏകദേശം ആ ഒരു മീറ്റർ കറക്റ്റ് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ആ ഒരു ഇത് എക്സാജറേറ്റഡ് എന്ന ഒരു കോമിക്കൽ ആ ലെവലിലാണ് ഇവർ ഉദ്ദേശിച്ചേക്കണത്. ഒരു ലോകത്ത് നടക്കാത്ത ടൈപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വേൾഡ്. സോ അതിൽ അവരാ സംഭവം ചെയ്തേക്കണതൊക്കെ ഒരു വിധം നൈസായിട്ട് എനിക്ക് തോന്നിയത്. അതിനകത്ത് ഓൺലി സ്റ്റാൻഡ് ഔട്ട് വാസ് അനശ്വര. അനശ്വര ചില സീനുകളിലൊക്കെ വരുമ്പോൾ നമുക്ക് അത്ര കൺവിൻസിങ് അല്ലാത്ത പോലെ എനിക്ക് തോന്നി. സോ അത് പക്ഷേ ബാക്കി എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ഉള്ളത് മറ്റേ ജിസ്മ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഇങ്ങനെ യൂട്യൂബൊക്കെ ചെയ്യുന്നതായിരുന്നു. പുള്ളിക്കാരിനെ ഇതിൽ കണ്ടപ്പോൾ വാസ് ലൈക്ക് ഓ നൈസ്. പുള്ളിക്കാരി ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഉള്ള റോള് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ ക്യാരക്ടേഴ്സ് അബൂ സലീം ആസ് അച്ഛൻ, പിന്നെ അമ്മയായിട്ടും സിസ്റ്ററായിട്ട് വന്നവരൊക്കെ എല്ലാവരും നൈസാണ്. പക്ഷെ ഇതിൻ്റെ ആ ഒരു എക്സാജറേറ്റഡ് ഫീല് നമുക്ക് ചില സമയത്ത് ഇവരത്ര ഈ വേൾഡിൽ അത്ര സെറ്റ് ആവാത്ത പോലെ തോന്നും. ഓവറോൾ ഇങ്ങനെ കോമിക്കൽ ഇല്ലോജിക്കൽ സംഭവങ്ങളാണ് മൊത്തത്തിൽ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ ഭയങ്കര ഡിസ്കണക്റ്റ് ആയിരുന്നു. എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മേ ബി വീട്ടിലിരുന്ന് കണ്ടാൽ മതിയായിരുന്നിരിക്കും. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ റൈറ്റിങ്ങിലാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നിയത്. അതായത് ഇപ്പോൾ ഇനി സ്ക്രീൻ പ്ലേ കുറച്ചും കൂടെ നൈസർ ആക്കാമായിരുന്നെങ്കിൽ, കാരണം ഒരു വെറൈറ്റി ഐഡിയ ആണ് ആൻഡ് വെറൈറ്റി മേക്കിംഗ് സ്റ്റൈലുമാണ് അവർ അറ്റംപ്റ്റ് ചെയ്തേക്കണത്. പക്ഷേ മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റായില്ല. ഇതിൻ്റെയൊക്കെ ഒരു മീറ്റർ പിടിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഓവറായിട്ട് എക്സാജറേറ്റഡ് കോമഡി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മീറ്റർ പിടിച്ച് പോവുകയാണെങ്കിൽ നൈസായിരിക്കും. പക്ഷേ മീറ്ററിന് മുകളിലോട്ടോ താഴത്തോട്ടോ വന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ആവാത്ത. അതാണ് എനിക്ക് തോന്നിയത് ബേസിക്കലി. ഫസ്റ്റ് ഹാഫിൽ ആ ലെവലിലോട്ട് അങ്ങോട്ട് എത്തിയില്ല. സെക്കൻഡ് ഹാഫിൽ ചില സംഭവങ്ങളിലൊക്കെ ഇച്ചിരി ഓവറായിട്ട് പോവുകയും ചെയ്തു. പിന്നെ എനിക്ക് ഇതിൽ ലിജോ ജോസ് പല്ലിശ്ശേരി പുള്ളിക്കാരനുള്ളത് ഇച്ചിരി എനിക്ക് സെറ്റാവാത്ത പോലെ തോന്നി. പുള്ളിക്കാരൻ്റെ കാസ്റ്റിങ് മേ ബി അത് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണോ. അതിനകത്തൊരു സീനൊക്കെ ഉണ്ട്, ഇങ്ങനെ എല്ലാവരും കൂടെ അനൗൺസ് ചെയ്യുന്ന പോലെ കുറേ ഡയലോഗ് അടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു തോട്ട് വൈസ് ഇറ്റ് വാസ് നൈസ്. പക്ഷേ എക്സിക്യൂഷൻ്റെ ആണോ അതോ റൈറ്റിങ്ങിൽ തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നതാണോ അതത്ര സെറ്റാവാത്ത പോലെ എനിക്ക് തോന്നി. അങ്ങനെ കുറേ നൈസ് ഐഡിയാസ് ഉണ്ട്. ഇങ്ങനെ വെറൈറ്റി ആണ്, വർക്കാവുമായിരുന്നു. പക്ഷേ ഇതിൽ വന്നപ്പോൾ അത്ര അങ്ങോട്ട് സുഖമായില്ല എന്ന് തോന്നണത്. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു വെറൈറ്റി ന്യൂ അറ്റംപ്റ്റ് ബൈ ദ ഡയറക്ടർ. ക്യാമറയൊക്കെ കുറേ നൈസ് വൈഡ് ഷോട്ടുകളൊക്കെ ഉണ്ട് ഭയങ്കര അടിപൊളിയായിട്ട്. അതൊക്കെ നൈസായിട്ട് തോന്നി. പിന്നെ ട്രാവൽ മോണ്ടാജസ് ഒക്കെ നൈസായിട്ട് എനിക്ക് തോന്നി കുറച്ച്. പിന്നെ മ്യൂസിക്, യെസ്, മ്യൂസിക് വാസ് നൈസ്. അതിനകത്ത് കുറേ ഇങ്ങനെ ഈ ഓരോ ഇൻസിഡൻസ് അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ കഴിയുമ്പോൾ ഇവർ ആ ബേസിലൊരു സോങ് പോലെയൊക്കെ വന്ന്, അല്ലെങ്കിൽ BGM ആ ഒരു മോഡിൽ സെറ്റാക്കിയിട്ടൊക്കെ കുറച്ച് പ്ലേ ചെയ്തിട്ടുണ്ട്. അത് വാസ് നൈസ്. ജസ്റ്റിൻ വർഗീസ് പുള്ളിയുടെ BGM വാസ് നൈസ് ആൻഡ് സോങ്സ് ആ മൂവിക്കാണ്. എനിക്ക് തോന്നുന്നു അല്ലാതെ ഞാനത് അത്ര എൻജോയ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ മൂവിയിൽ അത് വരുമ്പോൾ ഒരു വെറൈറ്റി മ്യൂസിക് ആൻഡ് ആ ഒരു ഇതിൽ ഫ്ലോയിൽ നൈസായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ അപ്പോൾ പൈങ്കിളി കുഴപ്പമില്ല, ഓക്കെ, വൺ ടൈം വാച്ച്. മേ ബി ഐ വുഡ് ഹാവ് പ്രിഫേർഡ് ടു വാച്ച് ഇറ്റ് അറ്റ് ഹോം. പക്ഷേ ഈവൻ ദോ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു നഷ്ടമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പടം ബ്രോമാൻസ്. ബ്രോമാൻസ് വാസ് ഫൺ. എനിക്ക് പടം പൈങ്കിളിയേക്കാളും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഗ്യാങ്ങിനെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രേമലു ലെവലോ അങ്ങനെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് കോമഡി പ്രതീക്ഷ, അങ്ങനെ ഒരു ടൈപ്പല്ല ഇതും ഈ പറയുമ്പോൾ പോലെ ഇച്ചിരി വെറൈറ്റി ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവരൊരു ഫാസ്റ്റ് എഡിറ്റിംഗ് പേസ്, പിന്നെ ആൾക്കാരുടെ റിയാക്ഷനൊക്കെ വേറൊരു ടൈപ്പ്,
അപ്പോൾ ഈ മാത്യു തോമസിൻ്റെയോ അല്ലെങ്കിൽ സംഗീതിൻ്റെയൊക്കെ ആണെങ്കിലും അത് സ്ഥിരം ചെയ്യുന്ന ടൈപ്പ് അല്ലാതെ ഒരു ഇച്ചിരി വെറൈറ്റി പിടിക്കാനൊക്കെ നോക്കിയിട്ട്. ഫോർ എക്സാമ്പിൾ ഈ അരുൺ ഡി ജോസ്, പുള്ളി ഈസ് ദ ഡയറക്ടർ, ADJ എന്നാണ് പുള്ളിനെ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു. പുള്ളിയുടെ ബാക്കി പടങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ 18+ ഓർ മറ്റേ അതിന് മുന്നേ വന്നേക്കണ ജോ ആൻഡ് ജോ, അതിലൊക്കെ ഒരു വേറെ മോഡിലാണ് പടം പോയേക്കണം. പക്ഷെ ഇത് അതിനേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റ് പേസ്ഡ്, എന്നാൽ വേറെ ടൈപ്പ് കോമഡികളൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഒരു ഇച്ചിരി വെറൈറ്റി മേക്കിംഗ് സ്റ്റൈല് പുള്ളി ട്രൈ ചെയ്തേക്കണോ അല്ലെങ്കിൽ എനിക്ക് തോന്നി. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫസ്റ്റ് ഹാഫിൽ കുറേ ഒന്നും നമുക്ക് അത്രയ്ക്ക് എൻഗേജിങ് അല്ല. അങ്ങനെ കുറേ ഇൻസിഡൻസ് സംഭവിക്കുന്നുണ്ട്, ഇടയ്ക്ക് 1-2 കോമഡികളുണ്ട്, പക്ഷെ നമുക്ക് അത്ര ഒരു ഫീൽ കിട്ടുന്ന സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വേറൊരു ലെവൽ എനർജി ആയിട്ട് തോന്നി എനിക്ക്. അത് പിന്നെ അതിനനുസരിച്ച് കുറേ സ്ക്രീൻ പ്ലേയിലും കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അതിനനുസരിച്ചാണ് പടത്തിൻ്റെ എനർജി മാറുന്നത്. പക്ഷേ ആ ഫസ്റ്റ് ഹാഫ് കമ്പയർഡ് ടു സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് വാച്ച് ഇച്ചിരിയും കൂടെ സ്ലോവർ ഓർ നമുക്ക് അത്ര എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഇറ്റ്സ് ലൈക്ക് ഓ വാവ്, ഇറ്റ്സ് ഫൺ റൈഡ്. പക്ഷേ ഇതിലും കുറച്ച് സംഭവങ്ങൾ വെറൈറ്റി ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഒരു ഇല്ലോജിക്കൽ ഫീലൊക്കെ അവിടെ ഇവിടെയൊക്കെ തോന്നും നമുക്ക്. ചിലവരൊക്കെ എന്താ ഇങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതൊക്കെ ഈസ് ഇൻ ദാറ്റ് വേൾഡ് എന്നുള്ളൊരു മോഡാണ് നമുക്ക്. സോ എല്ലാവരും വാസ് നൈസ് ഇൻ ദാറ്റ്. ആ ഒരു മീറ്ററിൽ എല്ലാവരും നൈസായിട്ട് പിടിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അർജുന അശോകൻ വാസ് നൈസ്. പുള്ളിയുടെ ഇതേപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ ഉണ്ട്, അതൊക്കെ വാസ് നൈസ്. പിന്നെ ശ്യാം മോഹൻ ബ്രോ വാസ് ഓവറോൾ നൈസ്. അതിനകത്ത് പുള്ളിക്ക് ഭയങ്കര സംഭവമൊന്നും ചെയ്യാനില്ല. അത് പുള്ളി മിസ്സിങ് ആവുന്ന സ്റ്റോറിയാണ്. നമ്മൾ ട്രില്ലർ കാണുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് അധികമൊന്നും ചെയ്യാനില്ല, പക്ഷേ പുള്ളി ഉള്ളത് നൈസാക്കിയിട്ടുണ്ട്. പിന്നെ കലാഭവൻ ഷാജോൺ പുള്ളിക്കാരനും ഇതേപോലെ തന്നെ പുള്ളി എല്ലാവർക്കും ഒരു ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് പോലെ സംഭവമുണ്ട്. ഒരു കട്ട മാസ സീനോ അല്ലെങ്കിൽ മറ്റേ സീരിയസ് സീൻ ഉണ്ടാവും, പിന്നെ കുറേ കോമഡി സീൻ ഉണ്ടാവും, അങ്ങനത്തെ ഒരു ലെവലാണ്. അപ്പോൾ അതൊക്കെ നൈസായിട്ടുണ്ട്. പിന്നെ എനിക്ക് അത്രയ്ക്ക് വർക്കായി ആ സീൻ, പക്ഷേ അത്രയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നിയൊരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്യു തോമസിൻ്റെ ഒരു ഇച്ചിരി ഇമോഷണൽ സംഭവം, ഒരു ഇച്ചിരി ഡാർക്ക് മോഡിലോട്ട് പോണ ഒരു സീൻ ഉണ്ട്. അത് ആ സീൻ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി ഫീലൊക്കെ വരും, പക്ഷെ ആ പടത്തിൽ അത്ര റെലവൻ്റ് ആയിരുന്നോ, അത്രയും ഡാർക്കോ അല്ലെങ്കിൽ അത്രയും ലെവലിലോട്ട് പോകേണ്ടിയിരുന്നോ എന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഈ പടത്തിൽ. കാരണം ഈ പടം മൊത്തത്തിൽ നമ്മളൊരു കോമഡി ആ ഒരു മോഡിൽ കാണുമ്പോൾ ഇമോഷണൽ സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്, നമുക്ക് വി ക്യാൻ ഫീൽ അങ്ങനത്തെ കുറച്ച് മൊമെൻറ്റ്സ്. പക്ഷേ ആ ഒരു ഇവൻറ്റിലോട്ട് പോകേണ്ട അത്രയും ഡാർക്കിലോട്ട് പോകേണ്ടിയിരുന്നോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട്, അത്രേ ഉള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് സിങ്ക് ആയിട്ടുണ്ട് പടത്തിൽ. പിന്നെ മെയിനായിട്ട് സംഗീത് പ്രതാപാണ് ഫുൾ സ്കോറിങ്. പുള്ളി നോൺ സ്റ്റോപ്പ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ കുറേയൊക്കെ നമ്മൾ പറയണ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ജങ്കൻ വർക്കിംഗ് അല്ല, പുള്ളിയുടെ ഒന്നല്ല, മൊത്തത്തിൽ എല്ലാം ഒന്നും ജങ്കൻ കോമഡി ഒന്നുമല്ല. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ പിന്നെ കൗണ്ടറുകളും സംഭവങ്ങളായിട്ട് ഫുൾ അങ്ങോട്ട് നോൺ സ്റ്റോപ്പാണ്. അതിൽ സംഗീത് ബ്രോ ഇരുന്ന് കൗണ്ടർ അടിച്ച് അതിൻ്റെ ഇടയ്ക്ക് സെക്കൻഡ് ഹാഫിൽ വേറൊരു പുള്ളി വന്നിട്ട് ഫസ്റ്റ് ഹാഫിൽ കാണിച്ച ഒരാൾ തന്നെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ഇങ്ങനെ 1-2 ഡയലോഗ് അടിക്കുമ്പോഴേക്കും പുള്ളിയുടെ അപ്പം തന്നെ കൗണ്ടർ ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒന്ന് ഷോ ഓഫ് കാണിക്കുന്നതാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ അതേപോലത്തെ പുള്ളി ഇങ്ങനെ ഇരുന്ന് കുറേ കൗണ്ടർ അടി, പുള്ളിയാണ് ഒരു സ്റ്റാർ ലെവൽ ഇതിൽ പിടിച്ചേക്കണത്. ബാക്കി എല്ലാവരും അവരവരുടെ കറക്റ്റ് ക്യാരക്ടർ ലെവൽ പിടിച്ചപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ അഴിഞ്ഞാടാനായിട്ട് ഇട്ട് കൊടുത്തേക്കാണ്. സോ ലൈക്ക് പുള്ളി ഹാസ് എൻജോയ്ഡ് ആ ഒരു മോഡ്. അങ്ങനെ അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മഹിമ നമ്പ്യാർ ആണെങ്കിലും പുള്ളിക്കാരിയുടേതായ സീനുകളുണ്ട്, ആ സീനുകളിൽ പുള്ളിക്കാരി അടിപൊളിയാണ്. ബാക്കി അധികമൊന്നും ചെയ്യാനില്ല, പുള്ളിക്കാരി ഗ്യാങ്ങിൻ്റെ കൂടെ ഉണ്ട്, അങ്ങനത്തെ ഒരു മോഡ്. ആൻഡ് മാത്യു തോമസിൻ്റെ 1-2 സീനുകളൊക്കെ നൈസായിട്ട് എനിക്ക് തോന്നി. ശരിക്കും ആ പുള്ളിയുടെ ആ ഒരു ആങ്കർ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് 1-2 മൊമെൻറ്റ്സിൽ വേണമായിരുന്നോ എന്നൊക്കെ തോന്നി. പക്ഷേ ആ പുള്ളിയുടെ ആ ഒരു സംഭവം കാണിക്കുന്നതും ആ ഒരു സംഭവത്തിനെ എഡിറ്റിംഗ് പാറ്റേണിൽ സെറ്റാക്കി ഇങ്ങനത്തൊക്കെ കുറച്ചും കൂടെ നൈസായിട്ട് തോന്നി. അതും ഓവറോൾ എഡിറ്റിംഗ് ഭയങ്കര നൈസ് ഫാസ്റ്റ് പേസ്ഡ്, ആ ഒരു മോഡ് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ലെവലിൽ സെറ്റാക്കിയതായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞ പോലെ ഈ വെറൈറ്റി ടൈപ്പ് ഓഫ് മേക്കിങ്ങിൻ്റെ കൂടെ സിങ്കായി പോകുന്ന ഒരു എഡിറ്റിംഗ് സ്റ്റൈലൊക്കെ ആയിട്ട് എനിക്ക് നല്ലോണം ഫീൽ ചെയ്തു. പിന്നെ മ്യൂസിക്കും ഇതേപോലെ തന്നെ നൈസായിരുന്നു ഈ പടത്തിലെ. ഗോവിന്ദ് വസന്തയാണ് മ്യൂസിക്. സോ പുള്ളിയുടെ ഇതേപോലെ സോങ്സ് എനിക്ക് മറ്റേ കൊടവ വെഡ്ഡിങ് സോങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ സോങ്സ് വാസ് നൈസ് ആൻഡ് ഓൾസോ ലൈക്ക് ആ പടത്തിൻ്റെ ഒരു ഈ പറയുന്ന ആ ഒരു മേക്കിംഗ്, ആ ഒരു ന്യൂ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ട്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മ്യൂസിക് അതിനും ഒപ്പം ഇങ്ങനെ സിങ്കായിട്ട് പോയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ നൈസായിട്ടാണ് ഈ മ്യൂസിക് എനിക്ക് തോന്നിയത്. ക്യാമറയും ഇതേപോലെ തന്നെ കുറേ ലൈക്ക് ഇങ്ങനെ കുറേ ഹാപ്പനിങ്സ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ക്യാമറ അതേപോലെ തന്നെ പുതിയ ആംഗിൾസും കുറേ വെറൈറ്റി ഷോട്ട്സ് ഒക്കെ ട്രൈ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. സോ അത് നൈസായിരുന്നു. സോ ഓവറോൾ ഡയറക്ഷൻ ADJ ബ്രോ നൈസാക്കിയിട്ടുണ്ട്. പുള്ളിയുടെ ഒരു നെക്സ്റ്റ് ലെവൽ, ഇപ്പോൾ കഴിഞ്ഞ 2 പടത്തേക്കാളും ഒരു നെക്സ്റ്റ് ലെവൽ പടമായിട്ട് എനിക്ക് തോന്നി. എന്നാൽ ജങ്കൻ കോമഡി ചിരിച്ച് മരിക്കണ പടം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മേക്കിംഗ് സ്റ്റൈലും എല്ലാം കൊണ്ടും ഒരു നെക്സ്റ്റ് ലെവൽ വെറൈറ്റി നൈസ് സാധനമായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിട്ട്. സോ
2 പടവും നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണ്, എന്താണ് ഫീൽ ചെയ്തതെന്ന് പറയാ. ഞാൻ പറഞ്ഞ പോലെ ആം, രണ്ടും ഭയങ്കര മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്ന് എനിക്ക് അത്ര തോന്നിയില്ല. ബ്രോമാൻസ് ഐ വുഡ് സേ നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ യു വുഡ് പ്രോബ്ലി എൻജോയ് ഇറ്റ്. പക്ഷേ ഈ പൈങ്കിളി എല്ലാവർക്കും ഒരേ ലെവലിൽ കണക്ട് ആവില്ല. ഇപ്പം നമ്മൾ ഒരേ ഗ്രൂപ്പിൽ 3-4 പേര് പോയാലും ചിലപ്പോൾ 3-4 പേർക്കും പല ഫീലിംഗ് ആയിരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പടമാണ് പൈങ്കിളി. സോ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ കണ്ടവരുടെ അഭിപ്രായം പറയാ. ഓക്കെ, ബൈ.